ഉള്ള വീഡിയോസ് കാണാം. എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, ബൈ. നമ്മളിവിടെ മീൻതല മേടിക്കാൻ വന്നതാണ് ഗൈസ്. കണ്ടില്ലേ, നല്ല ഫ്രഷ് മീൻതല. 4 തല മേടിക്കാം അല്ലേ? 4 തല തലക്കറി വെക്കും അല്ലേ? തലക്കറി. മീൻതല മേടിക്കാൻ വന്നാണ് അപ്പച്ചൻ രാവിലെ. നമ്മുടെ ഇന്ത്യൻ ചായയും പപ്സും സമൂസയൊക്കെ ഇവിടെ ഉണ്ട്. മുട്ട ബജി. അച്ചാച്ചനോട് തന്നെ സെർവ് ചെയ്തെടുത്തോളാം പറഞ്ഞവര്. ഞങ്ങളിവിടെ ചായയും 2 മസാല ചായയും പിന്നെ അച്ചാച്ചൻ പപ്സ് എന്തോ. മമ്മി ഇവിടെ ബീട്രൂട്ട് നോക്കി എടുക്കുകയാണ് ഗൈസ്. എല്ലാ സാധനവും ഉണ്ട്. തക്കാളി, പെപ്പർ, മഞ്ഞൾ വരെയാണ്. മഞ്ഞള്, വെളുത്തുള്ളി, കൂണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. 15 euro. Next week. Yeah, sure. Okay. Thank you so much. You want more? No, that's it. That's okay. That's no problem. നിന്റെ ആരേലും ആണോടി അത്? അല്ല, എന്നെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഞാൻ മീൻകറി തിന്നാൻ വളരെ കൊതിയുള്ള ഒരു കുട്ടിയാണ്. ഫ്രീ ആയിട്ടൊക്കെ തന്നെ. നീ അടുത്ത ആഴ്ച വരുമോ പൈസ കൊടുക്കാൻ വേണ്ടി? ഞാൻ സത്യസന്ധമായിട്ട് അവർക്ക് അടുത്ത ആഴ്ച വന്ന് പൈസ കൊടുക്കും. ഉരുളക്കിഴങ്ങ് പറക്കി എടുക്കും പെട്ടെന്ന്. ഇവിടെ ലോക്കലായിട്ട് ഇവർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ഫ്രഷ് പച്ചക്കറികളാണ്. ബീൻസ് ഒക്കെ ഉണ്ട്. വലിയ പർച്ചേസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന പോലെ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. നല്ല സൂപ്പർ തലക്കറി മമ്മിയാണ് മെയിൻ ഷെഫ്. നമ്മൾ ഇന്ന് കപ്പയും തലക്കറിയും കൂടാണേ. അപ്പൊ മമ്മി വന്നപ്പോ മമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോ ശനിയാഴ്ച ചന്തയുണ്ട്, അപ്പൊ പോയി വാങ്ങിച്ചതാ. അപ്പം കപ്പ അങ്ങോട്ട് വെച്ചു. ഫ്രഷ് സാധനം, ഫ്രഷ് ആയിട്ടുള്ള നല്ല ദശയൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ നമ്മുടെ ATU കോളേജിന്റെ കോമ്പൗണ്ടിലാണ് ഇവര് എല്ലാ ശനിയാഴ്ചയും. ഇപ്പോൾ ഒരു 9-9:15 ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല തലയും മീനും മുട്ടയൊക്കെ നല്ല വിലക്കുറവിലാണ് അവിടെ. ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. പച്ചക്കറി എല്ലാ സാധനങ്ങളും ഉണ്ട്. സൂപ്പർ ആക്കിയിട്ട് നമുക്ക് മറ്റുള്ളവരും കാണുമ്പോൾ അവരും നല്ലതായിട്ട് വെക്കണം. അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് തരണം. അവര് ആ രീതിയിൽ വേണം. കമന്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട മമ്മി. അല്ല, ഈ കറിക്ക് കമന്റ് തരും അവര്. നമ്മളിപ്പോ മീൻകറിക്കുള്ളതെല്ലാം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്കാണെങ്കിൽ മീൻ ചട്ടി അങ്ങനെ ഒന്നും സംഭവമില്ല. അപ്പം നമ്മൾ ഉള്ള പാത്രം വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പാത്രമൊന്നും മടക്കത്തില്ല. അപ്പം നമ്മളിപ്പോൾ പറ്റുന്ന പാത്രത്തിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. മീൻ തല, സാൽമണിൻ്റെ മീൻ തല ഉപ്പിട്ട് കഴുകി ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കാണ്. ഇനി ഇത് ഇപ്പം അടുപ്പയിലോട്ട് ഇത് കയറുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ മീൻ തലയെ നമ്മൾ അടുപ്പയിലോട്ട് കയറ്റുകയാണ്. അങ്ങോട്ട് ശരിക്ക് നല്ല മൂർച്ച ഉണ്ടല്ലേ മുറിയത്തുള്ളൂ പെട്ടെന്ന്. അതെ, നല്ല മൂർച്ച ഉണ്ടെങ്കിലേ മുറിയത്തുള്ളൂ പലതും. നമ്മുടെ മീൻകറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ ഒരു ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടർ ഹെസാപ്പി. അവൻ മമ്മിയെ നോക്കുക. ഇത് നമ്മുടെ കപ്പയൊക്കെ കുക്കറിൽ വേവിച്ച് പിന്നെ അരപ്പൊക്കെ ചേർത്ത് മമ്മി ഇച്ചിരി നേരം അടച്ചു വെച്ചേക്കുവാണ്. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മമ്മി ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് കപ്പ ആദ്യമായിട്ട് വേവിക്കുന്ന ആദ്യമായിട്ടല്ലേ. നമ്മളെപ്പോഴും കപ്പ പുഴുങ്ങുമായിരുന്നു. പിന്നെ നമ്മൾ കപ്പയും തലക്കറിയും വെച്ചൊരു പിടിക്കും അല്ലയോ? എടി വേഗം പാത്രം കഴുകടി. തലക്കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറയുവാണ്. കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല ചൂട് കപ്പയും നല്ല തലക്കറിയും കൂട്ടി ഒരു പിടിക്കാൻ പോവാം. നല്ല ചൂട് കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതുകൊണ്ട് അവിടെ ആ സന്തോഷം കണ്ടില്ലേ, അതുകൊണ്ട് ആ ആവി പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താ അല്ലേ ചാറും എണ്ണമണ്ടൊക്കെ പൊളിച്ച് മതി. ഞാൻ കഴിക്കാൻ പോവാണ്, ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അങ്ങ് കഴിക്കാൻ പോകും. നല്ല ചൂടാ കേട്ടോ, അതുകൊണ്ട് ഞാൻ അടിപൊളി കേട്ടോ. കപ്പ നല്ലതാ. നിങ്ങൾ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി തല മേടിക്കും കേട്ടോ. മമ്മിക്ക് ഒരു കുതിരപ്പാകം കൊടുക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും മമ്മിക്ക് ഇരിക്കട്ടെ. പവനായിട്ട് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ മീനും ഇതും കൂടി ഇങ്ങനെ എടുത്ത് ചാറി മുക്കി എന്റെ മോളെ സത്യസന്ധമായിട്ട് പറയാം, അടിപൊളി. ഇപ്പൊ രണ്ടുപേരും ഇവിടെ മത്സരം തുടങ്ങാൻ പോവുകയാണ്. എന്തുവാടാ എന്നാടാ നിനക്ക്? അടിപൊളി. നാട്ടിൽ പോയ ഒരു ഫീൽ ഉണ്ടോ? താങ്ക് യു സോ മച്ച്. യു ആർ എ ഗ്രേറ്റ് മം ഓഫ് ദി ഇയർ. നമ്മളിവിടെ പ്ലേറ്റ് ഒക്കെ കാലിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പയും തലക്കറിയായിരുന്നു. കഴുകണ്ട, വൈകിട്ട് വന്നിട്ട് ബാക്കി ഇതിൽ കഴിയാം. വൈകിട്ട് കാണത്തില്ല ബാക്കി. എനിക്ക് 4 മണിക്ക് ചായയുടെ കൂടെ